കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് ദുരിതം. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് പോലും കിടക്കയില്ല. വാർഡുകളിലെ വരാന്തയിൽ നിലത്ത് കിടക്കേണ്ട അവസ്ഥയിലാണ് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ പോലും. വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടക്കാത്തതിനാൽ പകർച്ചപ്പനി കേസുകളും വർദ്ധിക്കുകയാണ്. ആവശ്യമായ മരുന്നുകളും സ്റ്റോക്കില്ല എന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഉയർന്നു വരുന്ന പരാതി എന്ന് പറയുന്നത്. അരുൺ തന്നെയാണ് വിവരങ്ങൾ നമുക്ക് നൽകുക. ദൃശ്യങ്ങളടക്കം നമ്മുടെ മുൻപിലുണ്ട്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം. അവിടെ രോഗികളടക്കം നിലത്ത് കിടക്കുന്നു. നോക്കൂ, തറയിൽ കിടക്കുകയാണ് രോഗികളടക്കം. ഗുരുതരാവസ്ഥയിലുള്ള രോഗികളടക്കമാണ് തറയിൽ കിടക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ആരോഗ്യമന്ത്രി പറഞ്ഞത് ആരെയും തറയിൽ കിടത്താൻ അനുവദിക്കില്ല എന്നായിരുന്നു കേട്ടോ. ഇതാ രോഗികൾ തറയിൽ കിടക്കുന്നു എന്ന് മാത്രമല്ല, മരുന്നും ലഭിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പ് പറയാം, പോയ 10 വർഷക്കാലം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല എന്നത് ഉറപ്പാണ്. കാരണം അത് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ അത് വലിയ വാർത്തയായി വരുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വാർത്ത പോയ 10 വർഷക്കാലം നമ്മൾ കണ്ടിട്ടില്ല. കേവലം 3 മാസങ്ങൾ കൊണ്ടാണ് ഈ മാറ്റം നമ്മൾ കാണുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ, മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ്, ഏറ്റവും കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്ന ആതുരാലയം, അവിടുത്തെ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരുൺ, ഇതാ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികൾ അനുഭവിക്കുന്ന ദുരിതം. അതുകൂടാതെ മരുന്നും സ്റ്റോക്കില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്താണ് സംഭവിക്കുന്നത് അരുൺ? മനു, ഇന്ന് രാവിലെ വളരെയധികം വേദന ഉണ്ടാക്കിയ ദൃശ്യങ്ങൾ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും നമുക്ക് പുറത്തുവിടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത് കുറച്ച് ദിവസങ്ങളായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. ഈ പകർച്ചപ്പനികളെല്ലാം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നതിന് പ്രകാരം ഇവിടെ എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ വർധനമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ പോലും അവശ്യ മരുന്നുകളോ കൃത്യമായ ചികിത്സയോ അവർക്ക് നൽകുവാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതിൻ്റെ നേർചിത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. സാധാരണക്കാരായ രോഗികളാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും മരുന്ന് കിട്ടുമെന്നുള്ള അന്വേഷിച്ചുകൊണ്ട് വരുന്നത്. അവരെയാണ് ഈ തറയിൽ കിടത്തിയിരിക്കുന്നത് മന്ത്രി. ഈ മനു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ, ആരെയും തറയിൽ കിടക്കാൻ അനുവദിക്കില്ല. അത്യാധുനിക സംവിധാനങ്ങളെല്ലാം കൊണ്ടുവരുമെന്ന് പറഞ്ഞ മന്ത്രിയാണ് ഇപ്പോൾ ഇതിലെന്ത് മറുപടി അദ്ദേഹം പറയുമെന്നുള്ളത്, ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറയുമെന്നുള്ളതിൽ കേരള ജനത അത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. കാരണം പല രീതിയിൽ LDF സർക്കാരിനെ പല ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് വിമർശിച്ച ആളാണ് കെ മുരളീധരൻ എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും ഇക്കാര്യം, ഈ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിലെത്തട്ടെ, അതിൽ എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാവട്ടെ എന്നുള്ളത് നമുക്ക് പ്രത്യാശിക്കാം. കാരണം ഏറ്റവും സാധാരണക്കാരായ ആളുകളാണല്ലോ മനു ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. മെഡിക്കൽ കോളേജുകൾ അങ്ങനെയാണ്, ഏറ്റവും സാധാരണക്കാരായ ആളുകൾ എത്തുന്നതാണ്. അവർക്ക് എന്തെങ്കിലും അവശ്യ മരുന്നുകൾ, അല്ലെങ്കിൽ ഇൻസുലിൻ പോലെയുള്ളത്, ഹാർട്ട്, ഹൃദയം, കരൾ പോലെയുള്ള ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചെത്തുന്നവർ, ഈ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചുൾപ്പെടെ ഉള്ളവർ ഉണ്ട് മനു ഇപ്പോഴും ഈ തറയിൽ കിടക്കുന്ന രോഗികളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ സംഭവം. ഡ്രിപ്പ് കൊടുക്കുന്നത് പോലും, ഡ്രിപ്പിൻ്റെ ആ ഒരു സ്റ്റാൻഡ് അവിടെ വെച്ചിട്ട് ആ ട്യൂബ് പിടിച്ച് താഴെ കിടക്കുന്ന രോഗിക്ക് കൊടുക്കുവാൻ വേണ്ടി വെറും പായിൽ കിടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ വരും. കുടുംബമായി എത്തി ആ ഒരു ആശുപത്രി വരാന്തയിലേക്ക്, കുളിമുറിയിലേക്ക് പോകേണ്ട ആ ഒരു വഴിയിലേക്ക് ആളുകൾ പായ വിരിച്ച് അവിടെ കിടക്കുകയാണ്. നമുക്ക് ഈ ഓണക്കാലത്ത് ഈ ഒരു കാഴ്ച നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല വരും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ ഏറ്റവും അടിയന്തരമായ ആരോഗ്യവകുപ്പും ഇതുമായി ബന്ധപ്പെട്ടുള്ള ജില്ലാ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടും ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി വേണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. അവിടെ വരുന്ന രോഗികളുടെ പ്രതികരണങ്ങൾ നമുക്ക് എടുക്കേണ്ടതുകൊണ്ട് വരുന്ന ബുള്ളറ്റിനുകളിൽ നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഈ ഒരു പ്രതീക്ഷിക്കുന്നു. അരുൺ, ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് അവിടെയുള്ള ആളുകൾ അയച്ചു എന്നാണെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് അല്പസമയത്തിനകം തന്നെ അരുൺ അങ്ങോട്ടേക്ക് പോവുകയും അവരുടെ ദൃശ്യങ്ങൾ എടുക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അരുൺ, ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. രോഗികളുടെ സാഹചര്യം നമ്മൾ കണ്ടു. ഇനി മരുന്നിനെ കുറിച്ച്, മരുന്ന് കിട്ടാനില്ല എന്ന വലിയ ആക്ഷേപവും അവിടെ നിന്ന് ഉയർന്നു വരുന്നുണ്ടല്ലോ. മനു, ഈ മരുന്ന് കിട്ടാതായിട്ട് ഏകദേശം 3 മാസത്തോളമായി. നമ്മൾ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത സമയത്ത് പോലും കൃത്യമാണ് UDF സർക്കാർ അധികാരമേറ്റതിൻ്റെ ആ ഒരു മാസം കഴിഞ്ഞ സമയത്ത് മുതലാണ് ഇത് കാരുണ്യ മെഡിക്കൽസിൽ ഉൾപ്പെടെ അവശ്യ മരുന്നുകൾ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും ചുരുങ്ങിയത് ഇൻസുലിൻ എടുക്കാനുള്ള സിറിഞ്ച് പോലും പുറത്തു നിന്ന് പൈസ കൊടുത്ത് വാങ്ങേണ്ട, ഇൻസുലിൻ പൈസ കൊടുത്ത് വാങ്ങണം, അത് കുത്തിവെക്കാനുള്ള സിറിഞ്ച് പുറത്തുനിന്ന് വലിയ വില കൊടുത്ത് വാങ്ങേണ്ട ഗതിയാണ്. അതുപോലെ തന്നെയാണ് പത്തോളജി ലാബിലുള്ള ഫീസ് സൗജന്യമായാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള ബയോപ്സി ഉൾപ്പെടെയുള്ള ഈ പരിശോധനകൾക്ക് എത്ര രൂപയാണെന്നറിയാമോ മനു? 30 രൂപ മുതൽ 800 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്.
അതിന് പിന്നാലെ DYFIയും CPM-ഉം അതുപോലെയുള്ള സംഘടനകളെല്ലാം വലിയ രീതിയിൽ ജനങ്ങളും ആ പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്ന് താൽക്കാലികമായ ആ നിരക്ക് വർധന ഒരു താൽക്കാലികമായി നിർത്തിവെക്കേണ്ട ഗതി ആ ഒരു ഇതുണ്ട്. ഔദ്യോഗികമായ വിശദീകരണം വന്നില്ലെങ്കിൽ പോലും എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അവഗണന നേരിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോകുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മൾ പുറത്തുവിടുന്നത്. ഈ എത്തുന്ന രോഗികളിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ രോഗങ്ങളും അതുപോലെ പകർച്ചപ്പനികളും ബാധിച്ചെത്തുന്ന രോഗികളാണ് ഈ തറയിൽ കിടക്കുന്നത്. ഇവർക്കുള്ള മരുന്നുകളില്ല. ഈ മരുന്നുകളെല്ലാം പുറത്ത് പോയി ഫാർമസിയിൽ പോയി അന്വേഷിക്കുമ്പോൾ ഈ മരുന്നുകളൊന്നും സ്റ്റോക്കില്ല. ന്യായവില സ്റ്റോറിൽ പോകുമ്പോൾ ആ മരുന്ന് സ്റ്റോക്കില്ല. കാരുണ്യ മെഡിക്കൽസിൽ പോകുമ്പോൾ അവിടെ സ്റ്റോക്കില്ല. ഈ മരുന്നുകളെല്ലാം ഇതുമായി കൃത്യമായി പ്രതികരണം നമ്മൾ നോക്കുകയാണെങ്കിൽ പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളെ സഹായിക്കുന്ന ഒരു നിലപാടുകളിലേക്ക് ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഈ ഒരു മരുന്നില്ലായ്മ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെന്നുള്ളത് വലിയ രീതിയിൽ ഗൗരവകരമായി കാണേണ്ടതുണ്ട്. ഗൗരവതരമായി തന്നെ കാണേണ്ട വിഷയമാണ് അരുൺ. ഒരു സംശയം വേണ്ട, അതീവ ഗൗരവതരമാണ് സാഹചര്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർക്കാർ ആതുരാലയത്തിലെ അവസ്ഥയാണ് നമ്മൾ ഈ കണ്ടത്. അതിന്റെ വിവരങ്ങളാണ് നമ്മൾ കണ്ടത്.